നോമ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡും മരത്തിൻ്റെ മേശയും പലകയും അതുപോലെ തന്നെ കട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സോപ്പോ ചകിരിയോ ഒന്നും ഉപയോഗിക്കാണ്ട് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. എളുപ്പമാണ്, ഒരുപാട് മെനക്കേടൊന്നുമില്ല. ഇത്തിരി സമയം എടുക്കും നമ്മളിത് തേച്ച് കഴുകാനായിട്ട്. കണ്ടില്ല, ഈ ഒരു മേശ ഞാൻ അടുക്കളയിൽ കുപ്പി ഗ്ലാസ് അതുപോലെ വെക്കുന്നതാണ്. ഈ ഒരു പഴയ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് അഴുക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മേശൻ്റെ മുകളിൽ ഞാൻ ഒരു ഷീറ്റ് വിരിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ കുപ്പികളൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മളത് എടുത്ത് പുറത്തിട്ട് തേച്ച് കഴുകാറ്. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പാറവത്ത്, പാറകം, അതുപോലെ തന്നെ പല പേരുണ്ട് കേട്ടോ ഇതിന്. നമ്മുടെ നാട്ടിൻപുറത്തെ പറമ്പുകളിലൊക്കെ കാണുന്ന ഒരു ഇലയാണ്. ഭയങ്കര ഓരമായിട്ടുള്ളൊരു ഇലയാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ തേച്ച് കഴുകുന്നത്. നന്നായിട്ട് ക്ലീൻ ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ഈ മരത്തിൻ്റെ എന്ത് സാധനങ്ങളും തേച്ച് കഴുകുകയാണെങ്കിൽ നല്ല ചളിയൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മേശയും കട്ടിംഗ് ബോർഡും ഒക്കെ ഒന്ന് നനച്ചിട്ട് കൊടുക്കാം. പഴയൊരു കട്ടിംഗ് ബോർഡാണ്, എന്നാലും ഒരുപാട് കേടാവാത്തതുകൊണ്ട് ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്തൊക്കെ നമ്മളെല്ലാം വാരി വലിച്ചിട്ട് തേച്ച് കഴുകാനായിട്ട് പുറത്തേക്ക് ഇടുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ അത് തേച്ച് കഴുകുന്ന വീഡിയോയും കൂടി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ആ ഇല കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ഇത് കണ്ടില്ലേ, നന്നായിട്ട് അഴുക്കും കറയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിലെന്ത് കറ ഉണ്ടെങ്കിലും അത് പോയി കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് പഴകിയ മരങ്ങളൊക്കെ ആണെങ്കിൽ മരത്തിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. അതല്ലാതെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു കറകളൊക്കെ നന്നായിട്ട് ക്ലീൻ ആകും. അപ്പോൾ ഇല വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഉരച്ച് കൊടുക്കാം. മരത്തിൻ്റെ എന്ത് സാധനങ്ങളും ഈ ഒരു ഇല വെച്ചിട്ട് നമ്മൾ തേച്ച് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. നോമ്പൊക്കെ ആകുന്ന സമയത്ത് ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു പാറകത്തിൻ്റെ ഇല എടുത്ത് കൊണ്ടിട്ട് പലകയും മേശ അതും ഇതൊക്കെ തേച്ച് കഴുകാറുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ ഇതൊന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു ഇലയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ചെയ്യാറുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്കിത് തേച്ചരച്ച് കൊടുക്കാം. തേച്ച് കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും നന്നായിട്ട് ചളിയും ഒക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ സൈഡ് ഭാഗം ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാലും ഒരുപാട് കംപ്ലൈൻ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടില്ല. എന്തിനേലൊക്കെ എടുക്കാറുണ്ട് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കഴുകി വെക്കുകയാണല്ലോ ചെയ്യാറുള്ളത്. ഒരു ഡീപ്പ് ക്ലീനിങ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സമയത്തല്ലേ ചെയ്യാറുള്ളൂ. അങ്ങനെ കട്ടിംഗ് ബോർഡൊക്കെ തേച്ച് കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ചിരവുന്ന ചിരവയും ഇതുപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതും മരത്തിൻ്റേതാണ്. അതും നന്നായിട്ട് ക്ലീൻ ആക്കുന്ന ആ ഒരു ഇതും കൂടുതൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മേശ, കട്ടിൽ ഒക്കെ ഇട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 3 എണ്ണമാണ് ഇതിൽ കാണിക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കറയും ചളിയും ഒക്കെ പോയി നല്ലതുപോലെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വെയിലത്തേക്ക് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് എന്നിട്ട് ചിരവയും കൂടി ഒന്ന് തേച്ച് കഴുകിയിട്ട് പിന്നെ മേശയും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ ഒരു ചിരവയുമേലും നല്ല അഴുക്കുണ്ട് കേട്ടോ. ചളിയും അതും ഇതൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ തേങ്ങ ചിരവി എടുക്കാൻ നേരത്ത് നമ്മളതിൻ്റെ നാക്ക് മാത്രമാണല്ലോ എപ്പോഴും ഒന്ന് കഴുകി എടുക്കാറുള്ളത്. എപ്പോഴും നമ്മളത് തേച്ച് കഴുകൂലല്ലോ. അപ്പോൾ ഇതൊന്ന് തേച്ച് കഴുകുന്നുണ്ട്. ചളിയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നത് കണ്ടില്ലേ, അത് ചളിയാണ് കേട്ടോ. ഈ ഒരു ഇല വെച്ചിട്ട് നമ്മൾ തേച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു പറമ്പിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ അപ്പുറത്തെ ഒരു വീടിൻ്റെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന ഇലയാണ്. ചില സ്ഥലത്തൊക്കെ ഇതിങ്ങനെ മരം പോലെ കാണാം, കുറ്റിത്തൈ പോലെയും കാണാം കേട്ടോ. ഈ ഒരു പാറകത്തിൻ്റെ ഇല പല പേരുണ്ട് കേട്ടോ അതിന്. നമ്മളിവിടെ പാർവത്തില എന്നാണ് പറയാറുള്ളത്. അങ്ങനെ എല്ലാം ഇതിവിടെ ഞാൻ തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ റമദാൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാവും. സ്റ്റീൽ പാത്രങ്ങളും അലൂമിനിയം പാത്രങ്ങളൊക്കെ വിറകടുപ്പിൽ വെച്ച് നമ്മൾ പാചകം ചെയ്യുമ്പോൾ കരി പിടിച്ചിട്ടുള്ളത് എളുപ്പത്തിൽ ക്ലീൻ ആക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ ചിരവ് ചെയ്ത് അവിടെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും വെയിലത്തേക്ക് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് മേശയും കൂടി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. കണ്ടില്ല, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഈ മേശയും കൂടി ഒന്ന് തേച്ച് കഴുകുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു മേശയും ഇതാ നമ്മളിവിടെ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെയിലത്തേക്ക് കുറച്ച് സമയം വെച്ചതിന് ശേഷം പിന്നെ അകത്തേക്ക് കൊണ്ടുവെക്കും കേട്ടോ. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് കളർ ഉണ്ടാവും കേട്ടോ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് കാണാം.